കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ പോര് യുഡിഎഫിനൊപ്പം പ്രതിഷേധത്തിനിറങ്ങി കലാരാജു. ഡയസിന് മുന്നിലാണ് യുഡിഎഫ് പ്രതിഷേധം. നഗരസഭാ അധ്യക്ഷ രാജിവെക്കണമെന്നും യുഡിഎഫ് ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചെയ്യുന്നുണ്ട്. രേണുക, എങ്ങനെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഇന്ന് നടന്ന കൗൺസിലർ യോഗത്തിലാണ് കലാരാജു പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ യോഗത്തിൽ വൻ പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യുഡിഎഫും എൽഡിഎഫും തമ്മിൽ വളരെയധികം വലിയൊരു വൻ തർക്കം തന്നെയാണ് നടക്കുന്നത്. ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉണ്ടാവുന്നത്. പ്രതിപക്ഷം കൊണ്ടുവന്ന പല കാര്യങ്ങളും ഈ കൂത്താട്ടുകുളം നഗരസഭയിൽ ഇപ്പോൾ തള്ളി എന്നാണ് പറയുന്നത്. അവർ പരിഹരിക്കത്തില്ല എന്ന് പറഞ്ഞൊരു സമീപനത്തെ തുടർന്നാണ് വളരെ ആളിക്കത്തുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് യുഡിഎഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കലാരാജു, ഏറ്റവും എടുത്തു പറയേണ്ടത്, കലാരാജു ഇപ്പോൾ യുഡിഎഫിനൊപ്പം എന്ന് പറയുന്നുണ്ട്. താൻ കൗൺസിലർ സ്ഥാനം രാജിവെക്കുന്നില്ല, പക്ഷേ CPM-നൊപ്പം നിൽക്കില്ലെന്ന ശക്തമായ ഒരു വാക്ക് തന്നെയാണ് കലാരാജുവിൽ നിന്നുണ്ടാക്കുന്നത്. പക്ഷേ യുഡിഎഫിനൊപ്പം താൻ പങ്കുചേരുമെന്നും യുഡിഎഫിനൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്നൊരാവശ്യം കലാരാജു ഇവിടെ ഉന്നയിക്കുന്നില്ല. താൻ ജനങ്ങൾക്ക് വേണ്ടി വന്നതാണ്, തന്റെ 5 വർഷത്തെ കാലയളവ് പൂർത്തിയാക്കുന്നത് വരെ ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് കലാരാജു പറയുന്നത്. പക്ഷേ പ്രതിപക്ഷത്തിനൊപ്പം കലാരാജു പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഡയസിന് മുമ്പിൽ ചെന്ന പ്രതിപക്ഷം വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. വൻ ബഹളം തന്നെയാണ് അവിടെ ഉണ്ടാക്കുന്നത്. പല രീതിയിൽ പല വിഷയങ്ങൾ പറഞ്ഞവർ കലഹിക്കുന്നുണ്ട്. കൂത്താട്ടുകുളം നഗരസഭയിൽ കൗൺസിലർ യോഗം തുടങ്ങിയ സമയം മുതൽ തന്നെ ഓരോ കൗൺസിലർ അംഗങ്ങൾ രംഗത്തെത്തി വൻ വാക്കുതർക്കം അല്ലെങ്കിൽ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഉന്നയിക്കുകയും ശക്തമായ രീതിയിൽ അതിനെ പ്രതിഷേധിക്കുകയും ചെയ്യുന്നത്. LDF-ഉം ഒട്ടും ഇതിനെ വിട്ടുകൊടുക്കുന്നില്ല. LDF-ഉം UDF-ഉം തമ്മിലുള്ള ഒരു ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കൂത്താട്ടുകുളം നഗരസഭയിൽ ഉണ്ടാകുന്നത്. അതിനിടയിൽ കൗൺസിലർ യോഗത്തിലെ ഒരു അംഗം ചെയർപേഴ്സൺ പറയുകയുണ്ടായി, മാധ്യമങ്ങൾ പുറത്തു നിൽക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കൗൺസിലർ യോഗത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വാർത്തകൾ കിട്ടിയല്ലോ, നിങ്ങൾ പുറത്തു നിൽക്കൂ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ മാധ്യമങ്ങൾ ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്മാറുന്നില്ല. കാരണം ഇതൊരു കൗൺസിലർ യോഗം എന്നൊരു വിഷയത്തിലുപരി, അല്ലെങ്കിൽ കലാരാജുവിന്റെ വിഷയം എന്നതിലുപരി വൻ ഒരു പ്രതിഷേധം ആളിക്കത്തുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. UDF-ഉം LDF-ഉം അടങ്ങുന്ന ഒരു വലിയൊരു വാക്പോര് തന്നെയാണ് അവിടെ ഉണ്ടാക്കുന്നത്. പോലീസ് അടക്കമുള്ളവർ അവിടെ ഉണ്ടായിട്ടും ഒരു ശക്തമായൊരു പ്രതിഷേധം ഇരു കക്ഷികളിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. കൗൺസിലർമാർ കള്ളക്കേസിൽ കുടുക്കിയതായും കലാരാജുവിനെതിരെ ആക്രമണം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം അവിടെ എത്തിയതെങ്കിൽ, പക്ഷേ ഈ ആവശ്യങ്ങളെല്ലാം തള്ളിക്കളയുന്ന രീതിയിലാണ് നഗരസഭയിൽ അല്ലെങ്കിൽ കൂത്താട്ടുകുളം കൗൺസിലർമാരുടെ യോഗത്തിൽ ഉണ്ടായത്. നഗരസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഒരു ശക്തമായ വാക്പോര് തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും കലാരാജു ഇപ്പോൾ UDF-നൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ കൗൺസിലർ സ്ഥാനം താൻ രാജിവെക്കില്ല, അല്ലെങ്കിൽ കൗൺസിലർ സ്ഥാനമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കലാരാജു ഇപ്പോൾ തുടരുന്നത്. പക്ഷേ UDF-നൊപ്പം താൻ നിൽക്കും, CPM-ൽ തുടരാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. കാരണം താൻ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നപ്പോൾ ഈ CPM-ലുള്ള ഒരാൾ പോലും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കള്ളക്കേസിൽ തന്നെ കുടുക്കാനും അതോടൊപ്പം തന്നെ പണം, വായ്പ എന്ന രീതിയിൽ തന്റെ കയ്യിലുള്ള എല്ലാ പൈസയും തട്ടിയെടുക്കാനാണ് CPM പ്രവർത്തകർ ശ്രമിച്ചതെന്ന് തന്നെയാണ് കലാരാജു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ UDF-നൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കലാരാജു പറഞ്ഞിട്ടുണ്ട്, 25 വർഷക്കാലത്തെ തന്റെ സർവീസാണ് CPM-ൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായ പല വീഴ്ചകൾ തന്നെ മാനസികമായി തളർത്തിയിട്ടുണ്ട്. അതിനാൽ താൻ ഒരു പാർട്ടിയിലും ചേരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ കലാരാജു ഇപ്പോൾ UDF-നൊപ്പം നിൽക്കും. താൻ UDF-നൊപ്പം നിൽക്കുന്നതാണ് നല്ലതെന്ന് തന്നെയാണ് കലാരാജു ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും രാജിവെക്കണമെന്നതാണ് UDF-ന്റെ ആവശ്യം. 13 അംഗങ്ങളാണ് ഈ കൂത്താട്ടുകുളത്തുള്ളത്. ഈ 13 അംഗങ്ങളിൽ 13 അംഗങ്ങൾ ഈ 25 അംഗങ്ങളാണുള്ളത്. ഇതിൽ 13 അംഗങ്ങളും ഈ CPM-ന്റെ ഭാഗത്തു നിന്നുള്ളവരാണ്. ബാക്കി 12 അംഗങ്ങൾ UDF-ന്റെ ഭാഗത്തു നിന്നും ഒരു സ്വതന്ത്ര അംഗവുമുണ്ട്. അപ്പം ഈ കലാരാജു മറ്റ് കക്ഷിയിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ അതൊരു വലിയ വിള്ളലിലേക്ക് പോകും. ഭരണപക്ഷത്തുള്ള ഇപ്പൊ CPM-ന്റെ ഒരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ സ്ഥാനത്തിന്റെ ഒരു ഭൂരിപക്ഷം തന്നെ മാറേണ്ടതുണ്ട്. അപ്പൊ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ CPM-ന്റെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെക്കണം, അല്ലെങ്കിൽ അവരുടെ ഒരു രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് UDF-ഉം ഈ ഒരു സമയത്ത് പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. കാരണം UDF-നും LDF-നും ഇടയിൽ ഒരൊറ്റ ആളുടെ വ്യത്യാസത്തിലാണ് ഭരണപക്ഷത്തിലേക്ക് CPM എത്തിയത്. പക്ഷെ ആ ഭരണപക്ഷത്തിലിരിക്കുന്ന CPM-ന്റെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കലാരാജു UDF-നൊപ്പം ചേർന്നാൽ ഉറപ്പായും ഈ പ്രതിപക്ഷം തന്നെ ഭരണപക്ഷത്തിലേക്ക് എത്തേണ്ടി വരും. അപ്പം ഇതൊരു ഈ ഒരു പ്രതിഷേധത്തിൽ CPM-ന് ഒരു പൊള്ളയായ, അല്ലെങ്കിൽ CPM-ന് കിട്ടുന്ന ഒരു ഏറ്റവും വലിയൊരു അടി തന്നെയാണ്. അപ്പം നഗരസഭയിൽ ഒരു വൻ പ്രതിഷേധം തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കലാരാജുവിന്റെ ശക്തമായ
ശക്തമായൊരു പ്രതിഷേധം, അതും UDF പ്രതിനിധികൾക്കൊപ്പം കലാരാജു ആ ഡയസിന് മുമ്പിൽ നിന്നും ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. നാണമില്ലേ എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത്. കാരണം 25 വർഷത്തെ തന്റെ സേവനം കലാരാജു അവിടെ കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കലാരാജു നൽകിയിട്ടും തന്നെ ഒരു പൊള്ളയായ കേസിൽ അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞ് പണം കുടുക്കിയതാണ്, തന്നെ തട്ടിക്കൊണ്ടുപോയ രീതിയിൽ സ്വന്തം പ്രവർത്തകർ തന്നെ തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും താൻ എന്തുകൊണ്ട് CPM-ന്റെ കൂടെ നിൽക്കണം, എന്ത് വിശ്വാസത്തിൽ നിൽക്കും, എനിക്ക് വിശ്വാസമില്ല ഈ പാർട്ടിയോടെന്ന രീതിയിൽ തന്നെയാണ് ആ കലാരാജു ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവാം കലാരാജു ഇപ്പോൾ UDF-നൊപ്പം ചേർന്നിരിക്കുന്നത്. ആതിര, രേണുക, കൗൺസിൽ യോഗത്തിലാണ് ബഹളം ഉണ്ടായിരിക്കുന്നത്. കൗൺസിൽ യോഗം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ പ്രതിഷേധം അവിടെ തുടരുകയാണോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ പ്രതിഷേധം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തകർക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തുന്ന രീതിയിലാണ് ചെയർപേഴ്സൺ അംഗങ്ങൾ അവിടെ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ വാർത്തകൾ കിട്ടിയല്ലോ, ദയവ് ചെയ്ത് ഇറങ്ങിപ്പോകൂ, ഈ രീതിയിലാണ് പറയുന്നത്. വാർത്താ സമ്മേളനത്തിൽ കൂടുതലായി വിശദീകരിക്കാമെന്ന് കൂടെ പറയുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ ഒട്ടും വിട്ടു നിൽക്കുന്നില്ല. കാരണം ഈ ഒരു പ്രശ്നം ഒരു കൂത്താട്ടുകുളത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ കലാരാജുവിന്റെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. CPM-ലുള്ള ഒരു പ്രവർത്തകയ്ക്ക് തന്നെ CPM പ്രവർത്തകരിൽ നിന്നും ഒരു മർദ്ദനം അല്ലെങ്കിൽ ഒരു മാനസികമായ ഒരു പീഡനമേൽക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. ഇതൊട്ടാകെ ഈ കൂത്താട്ടുകുളം നഗരസഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട, ചർച്ച ചെയ്യേണ്ട വിഷയമെല്ലാം തന്നെയാണ് മാധ്യമങ്ങൾ അടക്കമുള്ളവർ പറയുന്നത്. കലാരാജുവിനൊപ്പം തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. പ്രതിപക്ഷത്തിനൊപ്പം കലാരാജു നിൽക്കുന്നുണ്ട്. ആഞ്ഞടിച്ചൊരു ശക്തമായൊരു പോരാട്ടം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഭരണപക്ഷത്തിലേക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷം ഈ ഒരു അവസരത്തെ നല്ല രീതിയിൽ തന്നെ മുതലെടുക്കുന്നുണ്ടെന്ന് വേണം പറയാൻ. കാരണം പല വിഷയങ്ങളും, ഒളിഞ്ഞിരുന്ന പല വിഷയങ്ങളും കലാരാജുവിന്റെ ഈ വിഷയത്തിനോടൊപ്പം തന്നെ ഭരണപക്ഷത്തിലേക്ക് പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നുണ്ട്. നിലവിൽ ഈ പ്രശ്നങ്ങൾ ഒരു വൻ പ്രശ്നം, UDF-ഉം LDF-ഉം അടങ്ങുന്ന കക്ഷികൾ ഒരു വൻ പ്രശ്നം തന്നെ ഉണ്ടാവുന്നത്. UDF-ന്റെ ഒരു പ്രതിഷേധത്തിൽ പറയുന്നുണ്ട് CPM പാർട്ടിയിലുള്ളവർ വൈസ് പ്രസിഡന്റും പ്രസിഡന്റ് സ്ഥാനത്തുള്ള ചെയർപേഴ്സണും ഇവരെല്ലാം തന്നെ രാജിവെച്ച് പോകണമെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു ആവശ്യം, കലാരാജുവിന്റെ പ്രശ്നത്തെപ്പറ്റി ആ ചർച്ചയിൽ ഉണ്ടായപ്പോൾ ഈ ഒരു ആവശ്യത്തെ തള്ളിക്കൊണ്ട് എനിക്ക് ചർച്ച ചെയ്യാൻ ഇപ്പോൾ സമയമില്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന രീതിയിലാണ് ആ ഡയസിലുള്ളവർ പറയുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് അടക്കമുള്ള ഒരു സൈന്യം അവിടെ ഉണ്ടായിട്ട് പോലും ഈ ഒരു പ്രശ്നത്തിൽ ആർക്കും ഒന്നും അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. കാരണം വളരെ ആവേശത്തോടെ അല്ലെങ്കിൽ ഊർജ്ജസ്വലതയോട് തന്നെയാണ് ഈ ഭരണപക്ഷത്തേക്കുള്ളവർ പ്രതിപക്ഷം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. കലാരാജുവിന്റെ പ്രശ്നം മാത്രമല്ല അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്, മറ്റു പല കാര്യങ്ങളും ഊന്നി പറഞ്ഞുകൊണ്ട് തന്നെയാണ് രാജിവെക്കണമെന്ന CPM-ന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇപ്പോൾ അവിടെ രംഗത്തെത്തിയിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസിന്റെ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്ന ഒരു ആരോപണം മറ്റ് CPM പ്രവർത്തകർ പറയുന്നുണ്ട്. പക്ഷേ ഒരു കലാരാജു ഇപ്പോഴും ഉറച്ചു പറയുന്നത് തന്നെ ഒന്ന് നോക്കി ഈ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ തന്റെ ഈ ഒരു സാമ്പത്തികമായി ഉണ്ടായ ഒരു ചെറിയ തട്ടിപ്പ് കേസിൽ തന്നെ ഒന്ന് സഹായിക്കാം, അല്ലെങ്കിൽ തന്റെ ഒരു ആവശ്യം ഉന്നയിച്ചത് തനിക്കൊരു സമാധാനം ലഭിച്ചത് UDF-ൽ നിന്ന് മാത്രമാണ്. CPM-കാർ തന്നെ വീണ്ടും ഒരു കള്ളക്കടത്തിലേക്ക്, അല്ലെങ്കിൽ വീണ്ടും ഒരു കൊള്ളയായ സംഭവത്തിലേക്ക് എറിഞ്ഞിടുകയായിരുന്നു എന്നാണ് കലാരാജു പറഞ്ഞത്. തന്നെ മാനസികമായും അവർ ഉപദ്രവിച്ചിട്ടുണ്ട്, പലതവണ ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വ്യാജ വീഡിയോകൾ എടുത്തു തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വ്യാജ വീഡിയോകൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തന്നെയാണ് കലാരാജു പറഞ്ഞത്. പല രീതിയിലുള്ള കലാരാജുവിന്റെ വാക്കുകളെ പല രീതിയിൽ തള്ളിക്കളയുകയായിരുന്നു CPM പ്രതിനിധികൾ. പക്ഷേ ഇപ്പോൾ UDF-നൊപ്പം കലാരാജു നിൽക്കുന്നുണ്ട്. ഇനി UDF-ലേക്ക് കലാരാജു പോകുമോ എന്നുള്ളൊരു കാര്യത്തിലേക്കൊക്കെ എത്തേണ്ടതുണ്ട്. നിലവിൽ ഈ രാജി വയ്ക്കില്ല, അല്ലെങ്കിൽ ഈ ചുമതലയിൽ തന്നെ കൗൺസിലർ സ്ഥാനം എന്നൊരു ചുമതലയിൽ തന്നെ കലാരാജു മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. UDF-നൊപ്പം നിൽക്കും, പക്ഷേ CPM-ലേക്ക് തനിക്ക് യാതൊരു ബന്ധമില്ലെന്ന രീതിയിൽ തന്നെയാണ് കലാരാജു പറയുന്നത്. ആതിര, ശരി.